ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നാളത്തെ വീഡിയോയിൽ നമുക്ക് ഈ വണ്ടിനെ കുറിച്ചൊക്കെ പറയലും കാണിക്കലൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഗായ്സ്, നമ്മളിത് ഈ വണ്ടിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ഈ വണ്ടി നിങ്ങൾക്കറിയാലോ, നിസാൻ GTR R34 ആണ്. തിരിക്കാൻ ഈ വണ്ടി ചിരിക്കാനും പറ്റിയില്ലല്ലോ. നമുക്ക് ഇതിക്കൂടെ കയറാം. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ ക്യാപ്പ് കൂടെ എടുക്കണോ? എന്തായാലും സ്ക്രാച്ച് ആവല്ലേ. സ്ക്രാച്ച് ഒന്നും ആയിട്ടില്ല. ഓക്കെ, രക്ഷപ്പെട്ടു. പിന്നെ അല്ല, വണ്ടി തിരിക്കണ്ട. പിന്നെ നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പീഡ് ആദ്യം തന്നെ നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം. ടോപ്പ് സ്പീഡ് എനിക്ക് തോന്നണ ഏകദേശം 110 അത്രേ ഉള്ളൂ. ഇവിടെ എന്തായാലും നോക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറെ മൊണ്ണകൾ ഇവിടെ ഉണ്ട്. എന്താണ്, സുഖല്ലേ? നാട്ടില് നല്ല മഴയല്ല ഗൈസ്, എനിക്കറിയാം. ഞാനിപ്പോ ഇവിടെ ഗോവയിലാണ്. ഞാൻ പിന്നെ അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അച്ഛന് ഇവിടെ ജോലിയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇവിടെ തന്നെയാണ്. അപ്പോ എനിക്ക് നാട്ടിൽ നിൽക്കാണ് ഇഷ്ടം. 9ാം ക്ലാസ്സിൽ ഇവിടുന്ന് മാറുന്നു തോന്നണേ. ടൂറ് നിങ്ങൾ ഗോവയ്ക്ക് ടൂറ് വന്നവര് കമന്റ് ചെയ്യൂ ഗൈസ്. ഗോവ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളി സ്ഥലമാണ്. ബീച്ചുകൾ മാത്രമല്ല, വേറെ ഒന്നുമില്ലല്ലോ. ഗോവയ്ക്ക് വന്നിട്ട് വണ്ടി ഇടിച്ചു. വണ്ടിയുടെ പൂപ്പാട് ഇളകിണ്ടാവും. വണ്ടി നല്ല ഇടിച്ചു. എന്നാലും നമുക്ക് ശരിയാക്കാൻ, ഈ വണ്ടി ശരിയാക്കാണ്ട് നമുക്ക് വണ്ടിനെ കുറിച്ച് പറയാനും വണ്ടിനെ കാണിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കാണിക്കാം. വലിയ പാടാണ് വണ്ടി പോയി ശരിയാക്കലൊക്കെ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാൻ നല്ല വൈപ്പ് നോക്കിയുള്ള സ്ഥലം വെച്ച് നമുക്ക് ഇങ്ങോട്ടാക്കാം വണ്ടി. ഇത് കൺട്രോള് പോയതല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ് വണ്ടി. ഓക്കെ, ഇവിടെ ഇടാം വണ്ടി. ഡോറടയ്ക്കറ. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഇതിപ്പോ സ്ക്രാച്ച് ചെയ്താണ് പോട്ടെ. ഇതാണ് വണ്ടിയുടെ പിൻഭാഗം. ഇവിടെ 2 ടെയിൽ ലൈറ്റ്, ഒരു ബ്ലാക്ക് കസ്റ്റമൈസ്ഡ് ഒരു നമ്പർ പ്ലേറ്റ്, പിന്നെ നമ്പർ പ്ലേറ്റിന്റെ 2 സൈഡിൽ റിവേഴ്സ് ലൈറ്റ്, പിന്നെ ഒരു ഡബിൾ എക്സോസ്റ്റ് ആയിരുന്നു ഇതിന്റെ, പക്ഷെ നമ്മൾ ഒരെണ്ണാക്കി. പിന്നെ ഇതിൽ പറയാനായിട്ട് ഇവിടെ എന്തോ എഴുതിയിട്ടതൊന്നും മനസ്സിലാവില്ല. പിന്നെ ഒരു സ്റ്റാർ ടൈപ്പ് അലോയ് വീല് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ? സ്റ്റാർ ടൈപ്പ് അലോയ് വീല് ബ്ലാക്ക് കളറിൽ. പിന്നെ ടയർ കസ്റ്റമൈസ്ഡ് ടയർ. ഫ്രണ്ടിലത്തെ ലുക്ക്, അയ്യോ ഇതെന്തിനാ കൊടുത്ത ഇവിടെ. ഓക്കെ, ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണിത്. ഫ്രണ്ടിലത്തെ ലുക്ക് ഇത് അടിപൊളി ലുക്കാണ്. വണ്ടി സാധനം സെറ്റപ്പാണ്. പിന്നെ ഇപ്പുറത്ത് ചെറിയ സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും 2 ഹെഡ് ലൈറ്റ് ഉണ്ട്. ഇതേ ഒരു മെന്യൂ എന്ന് എഴുതിയിട്ട്. പിന്നെ ഇതിൽ ലൈറ്റ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈൻ റെഡ് എന്ന് പറഞ്ഞ കളറാണ്. പിന്നെ എന്തെങ്കിലും ലൈറ്റിന് ഇങ്ങനെ വലിയ ലൈറ്റുകളൊന്നും വെച്ചില്ല. ആകെ നമ്മൾ ആ താഴത്തെ ലൈറ്റ്, അത് ഞാൻ കാണിച്ചുതരാം. വണ്ടിയുടെ ശബ്ദം ഞാൻ പിന്നെ കാണിച്ചുതരാം. അത് ഞാൻ ലൈറ്റ് കാണിച്ചുതരാം. എന്താ ആ പച്ച കളർ കാണുന്നുണ്ട് താഴെ, അതാണ് നിയോൺ ലേഔട്ട് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ശബ്ദം എന്താ നോക്കിയോ, ഉണ്ടാട്ടിരിക്കും. നല്ല പൊട്ടലാണ് വണ്ടി. പിന്നെ എന്താ പറയാ, നല്ല ശബ്ദമാണ് വണ്ടിയുടെ. നമുക്ക് ഇനി എന്തായാലും ഇതിന്റെ ടോപ്പ് സ്പീഡ് നോക്കാം. പിന്നെ ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയാനായിട്ട് നോർമൽ ഒരു വണ്ടിയുടെ പോലെ തന്നെ, ജേഡിയം കാറല്ലേ, അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെ ആ സ്പീഡോമീറ്റർ 2 പിന്നെ 4 എന്താണെന്നൊന്നും എനിക്കത് അറിയില്ല. പിന്നെ ഇതിൽ ഇതേ കണ്ടോ, കാർബൺ ഫൈബർ ആണ് ആ സ്പീഡോമീറ്ററിന്റെ അവിടെ. പിന്നെ 1 2 3 4 AC ഇവന്റ്. പിന്നെ ഡബിൾ സീറ്റർ വണ്ടിയാണിത് ഇത്. പിന്നെ AC-യുടെ കൺട്രോൾസ് അത്രേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റിയറിംഗ് വ്യൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പോ ഇവിടെ അല്ലേ, നമുക്ക് ഈ വഴി കയറി ഇങ്ങോട്ട് പോവാം.
അപ്പോൾ നമുക്ക് വണ്ടി ശരിയാക്കിയും തിരിച്ചു വരാം. ഫോൺ അടിച്ച് വണ്ടിയിൽ മിറർ, പിന്നെ രണ്ട് സൈഡിലൊരു മിറർ, പിന്നെ ഉള്ളിൽ ഒരു മിറർ, ബാക്കിൽ വണ്ടിയൊക്കെ വരുന്നത് കാണാം. പക്ഷെ ഇതിലൊന്നും കാണത്തില്ല. ഗെയിമാണ് ഗൈസ്. അപ്പം നമുക്ക് പോണ വഴിക്ക് നമ്മുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ 110 നിങ്ങൾ കാണുന്നുണ്ടോ? കറക്റ്റ് 110 120 ഒരു 115 അത്രയൊക്കെ കയറുന്നുള്ളൂ വണ്ടി. നിങ്ങൾക്കറിയാം നമ്മുടെ സ്വിഫ്റ്റും ബ്രിസ, ഇന്നോവ, അത് അങ്ങനത്തെ വണ്ടികൾ വരെ 140 150 കയറില്ലേ? എനിക്ക് തോന്നണം അങ്ങനെയാണ്. എൻ്റെ കാറ് ബ്രിസയാണ്. ആ വണ്ടി എന്തായാലും 140 150 160 കയറും. ഈ JDM കാർ, അതായത് ഗെയിമിലെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. റിയൽ ലൈഫിലെ വണ്ടി അറിയാലോ, മറ്റേ Nissan GT-R R34 പറക്കും വണ്ടി. 100 190 കയറില്ലേ? എനിക്കറിയില്ല. പക്ഷെ ഇതില് 110 കയറുന്നുള്ളൂ. അയാള് നമ്മളെ പറ്റിച്ചു തോന്നുന്നു. പിന്നെ വണ്ടി ടർബോ ചാർജഡ് വണ്ടിയാണ്, സെറ്റപ്പ് വണ്ടിയാണ്. ഇതിൽ നമ്മൾ ഗെയിമാണ്, നെവർ മൈൻഡ്. ഞാൻ പറയുന്നത് വേറെ ഇതിലെടുക്കരുത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ റിയൽ ലൈഫിലെ വണ്ടിയൊക്കെ പറക്കും തെളിയുക വണ്ടിയൊക്കെ ഒരു സെറ്റപ്പ് വണ്ടിയാണ്. ഭയങ്കര സ്പീഡാണല്ലോ റിയൽ ലൈഫിൽ. പക്ഷെ ഗെയിമിലെ കാര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മളാൾ പറ്റിച്ചു തോന്നുന്നത് ഒക്കെ 120 കയറി. എൻ്റെ മോനെ 120 കയറിയിട്ടാ നമ്മള്. ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. നമ്മൾ ഇതിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ പറയാനും ആയിട്ടൊക്കെ വന്നതാണ്. ഈ വണ്ടി എന്തായാലും ശരിയാക്കാം. ഈ വണ്ടിയിൽ സ്പോയിലർ വെക്കണോ? സ്പോയിലർ പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ല, നമുക്കെല്ലാം ലോക്കാണ്. വെക്കണമെന്ന് തോന്നുന്നവരെല്ലാവരും കമന്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ശരിയാക്കാം. ഈ വണ്ടി അല്ല, ഈ വീഡിയോ ഭയങ്കര ചെറുതായെന്ന് എനിക്കറിയാം. ഫെൻഡേഴ്സ് വെച്ചാലോ? നമുക്ക് ഫെൻഡേഴ്സ് വെച്ചു. ഗ്രില്ലൊന്നും മാറ്റണ്ട, ഫുഡ് വേണ്ട. നമുക്ക് റോൾ കേജ് വേണോ? റോൾ കേജ് ഉണ്ടാ? അതെ, റോൾ കേജ് ഓടാ പറ്റിക്കുന്ന നീ. റോൾ കേജ് എവിടെ? റോൾ കേജ് പറ്റിയെന്നാറാ നീ. സ്ട്രീറ്റ് ഹാഫ് റോൾ കേജ് എന്തായാലും വെക്കാൻ നമുക്ക് 500 രൂപയല്ലുള്ളൂ. നമുക്ക് ഇനി എന്തായാലും ബ്രേക്സ്, ആർമർ, വിൻഡോ അല്ല, വീലല്ല, ട്രാൻസ്മിഷൻ അല്ല, സ്പോയിലർ ആകത്തെ ഇത്രേ ഉള്ളൂ. ഇത് താല്പര്യമില്ല, നമുക്ക് ഇത് വെക്കാം. ഇത് കുഴപ്പമില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. സെറ്റ് കൊള്ളാല്ലേ വണ്ടി? സെറ്റപ്പ് വണ്ടിയല്ലേ? എന്തായാലും തിരിച്ചു പോവാം. ഓക്കെ, ഈ വണ്ടി നമുക്ക് എവിടെങ്കിലും ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ കൂടിട്ടിട്ടുള്ളൊരു വീഡിയോ എടുക്കുക, അതായത് ഒരു കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വേ പോയിന്റ് ഇടാം. അപ്പൊ ഗൈസ് നമ്മുടെ വീടെത്തിയിട്ട് കാണാം ഗൈസ്. വീടെത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മള് വീടൊക്കെ എത്താറായതാണ്. പക്ഷെ വരണ വഴിക്കിട്ടുണ്ട് പറയണല്ലേ പാണ്ടികള്. അമ്മാര് വന്ന് ഇങ്ങോട്ട് കേറിടാ. അമ്മാര് ഒന്നും നോക്കാണ്ട് വണ്ടി കൊണ്ടുവന്ന് കയറ്റി. നമ്മുടെ വണ്ടിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇടിച്ചാകെ ബോണറ്റൊക്കെ പറന്നുപോയി. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്യാരേജിലോട്ട് വന്നതാണ്. വീഡിയോ ഇത്തിരി ലെങ്തും ആവും. ഇവിടെ സൂര്യൻ കണ്ണിലോട്ട് അടിക്കണത്. സൂര്യൻ ചേട്ടാ മാറ്റ എത്താറായി നമ്മൾ ഏകദേശം. ഇങ്ങനത്തെ ഒരു ട്രക്കാണ്. ഈ തരം ട്രക്കല്ല, മറ്റേ കൊണ്ടങ്ങാച്ചി ട്രക്ക്. സോറി കട്ടല്ല എമ്പക്കം, സോറി. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യണ മൈക്ക് ഹെഡ്ഫോണിന്റെ മൈക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്സ് ഇടാം കേട്ടോ. ഒരു ഷോർട്സ് ഞാൻ വേണമെങ്കിൽ ഇടാം. ഷോർട്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ കേട്ടാ. ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ വാച്ച് വാങ്ങിച്ചു, മറ്റേ അനലോഗ് വാച്ച്, മറ്റേ എന്താ പറയാ ലോയ് വീലിന്റെ വാച്ച്. ഇത് വീടെത്തി മോനെ.
നമുക്ക് യൂട്ടേൺ എടുത്തിട്ട് വണ്ടി ഇടാം. നമുക്ക് എന്തായാലും ക്യാമറ ചേഞ്ച് ചെയ്യാം. നമുക്ക് യൂട്ടേൺ എടുത്തിട്ട് വണ്ടി ഇടാം. വണ്ടി ഇങ്ങോട്ട് എടുക്കാം. ലോസ് ഏഞ്ചൽസ് സാൻ ആൻഡ്രസ്. ഓക്കെ, 2 പടക്കുതിരകളും സ്റ്റെപ്പായിട്ടത്. ഒരെണ്ണം ഡോഡ്ജി GT5 വക, ഒരെണ്ണം നിസാൻ GTR. എൻ്റെ ഈ വണ്ടി വരെ എന്താ പറയാ, എൻ്റെ ഈ വണ്ടി വരെ ഏകദേശം 140 കയറുന്നേ. 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. 2 വണ്ടി. ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ ക്യാമറ 2 വീട്ടി. പുള്ളിപ്പോ ഒരു ഫോട്ടോ കിട്ടി. ഓക്കെ, സേവിങ് ടു ഗാലറി മതി, ഒരു ഫോട്ടോ മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടോ ഇനി വേറെ ഗെയിം എങ്ങാനും ഇടണോ, GT5 ബോറായോന്ന്? അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട ഗൈസ്, കമൻറ്റ് ചെയ്യൂ ഗൈസ്. കമൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ ബൈ.